ഇറാൻ തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ അമേരിക്കയുമായി കരാറിലെത്തിയാൽ പോലും ആ ആണവ വസ്തുക്കൾ രാജ്യത്തിന് പുറത്തെത്തിക്കുക എന്നത് ചർച്ചകളേക്കാൾ വലിയ വെല്ലുവിളിയാകുമെന്ന് റിപ്പോർട്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ യുറേനിയം നീക്കമായിരിക്കും ഇതെന്നാണ് മുൻ ഉദ്യോഗസ്ഥരും ആണവ വിദഗ്ധരെയും ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കേവലം രാഷ്ട്രീയമായ പ്രശ്നമല്ല, മറിച്ച് സാങ്കേതികവും സുരക്ഷാപരവുമായ വലിയ കടമ്പയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ യുറേനിയം ശേഖരത്തിന്റെ വലിയൊരു ഭാഗം ഇസ്ഫഹാൻ, നടാൻസ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിൽ ഈ രണ്ട് കേന്ദ്രങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാക്കി. ടണലുകളുടെ പ്രവേശന കവാടങ്ങൾ തകരുകയോ മണ്ണ് മൂടുകയോ ചെയ്തിരിക്കുകയാണ്. കൂടാതെ മാസങ്ങളായി അന്താരാഷ്ട്ര ഇൻസ്പെക്ടർമാർക്ക് ഈ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല. ചുരുക്കത്തിൽ യുറേനിയം നീക്കം ചെയ്യുക എന്നതിലുപരി അവിടേക്ക് എത്തിപ്പെടുക എന്നത് തന്നെ വലിയ പ്രയാസമായി മാറിയിരിക്കുന്നു. വാതക രൂപത്തിലുള്ള യുറേനിയം കനത്ത സിലിണ്ടറുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആക്രമണങ്ങളിൽ ഈ കണ്ടെയ്നറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. കണ്ടെയ്നറുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് വലിയ അപകടമുണ്ടാക്കും. തകർന്ന കെട്ടിടങ്ങളിൽ നിന്ന് ഇവ സുരക്ഷിതമായി പുറത്തെടുക്കാൻ റോബോട്ടുകളുടെയും റിമോട്ട് കൺട്രോൾ ഉപകരണങ്ങളുടെയും സഹായം വേണ്ടിവരും. സാധാരണ നിലയിൽ പോലും ആഴ്ചകൾ എടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ എത്രത്തോളം സമയമെടുക്കുമെന്ന് പ്രവചനാതീതമാണ്. ആണവ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് സമാധാന കാലത്ത് പോലും അതീവ ശ്രദ്ധ ആവശ്യമുള്ള കാര്യമാണ്. സംഘർഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് ഇവ നീക്കം ചെയ്യുമ്പോൾ സുരക്ഷയും ചരക്ക് നീക്കവും വലിയ വെല്ലുവിളിയാകും. 1990കളിൽ കസാക്കിസ്ഥാനിൽ നിന്ന് യുറേനിയം നീക്കം ചെയ്തതുപോലെയുള്ള ദൗത്യങ്ങൾ അമേരിക്ക മുൻപ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇറാന്റെ സാഹചര്യം അതിലും സങ്കീർണമാണ്. മറ്റൊരു പ്രധാന ചോദ്യം ഈ യുറേനിയം എവിടേക്ക് കൊണ്ടുപോകും എന്നതാണ്. അമേരിക്കയിലേക്ക് അയക്കുന്നതിനോട് ഇറാന് എതിർപ്പുണ്ട്. റഷ്യയോ കസാക്കിസ്ഥാനോ പകരമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും അവിടെയും നയതന്ത്രപരമായ തടസ്സങ്ങളുണ്ട്. അതേസമയം കൈമാറ്റം അംഗീകരിക്കപ്പെട്ടാലും ഇറാൻ എല്ലാ യുറേനിയവും കൈമാറിയോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് അമേരിക്ക നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഏതെങ്കിലും വസ്തുക്കൾ ഒളിപ്പിച്ചു വെക്കാനോ നശിപ്പിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കാനോ ഉള്ള സാധ്യത അമേരിക്കൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. അതിനാൽ പരിസ്ഥിതി പരിശോധനകൾ ഉൾപ്പെടെയുള്ള കർശനമായ നിരീക്ഷണങ്ങൾ ആവശ്യമായി വരും. ചുരുക്കത്തിൽ ചർച്ചകളിലൂടെ ഇറാനെ സമ്മതിപ്പിക്കുക എന്നതിനേക്കാൾ പ്രായോഗികമായി അത് നടപ്പിലാക്കുക എന്നതിലായിരിക്കും ലോകമിനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കടമ്പ. അതേസമയം സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ സായുധ സേന വെടിയുതിർത്തു. ഇറാന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തിൽ കപ്പലിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്തു. ഒമാൻ തീരത്തിന് സമീപം പനാമ ഫ്ലാഗ് ചെയ്ത MSC ഫ്രാൻസെസ്ക എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വെടിവെപ്പിൽ കപ്പലിന്റെ മുൻഭാഗത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം പുകയുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. കപ്പൽ ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചുവെന്നും നാവികസേന നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ തീരത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെ വെച്ചാണ് കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.